ഹലോയും നമസ്കാരവും എല്ലാവർക്കും. ഈ വീഡിയോയിൽ ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസിന്റെ ട്രിഗറുകൾ കുറിച്ചാണ്. അതായത് ഏത് ട്രിഗറുകൾ കൊണ്ടാണ് ആന്തരികമായാലും പരിസ്ഥിതിയിലായാലും നിങ്ങളുടെ സോറിയാസിസ് ഭേദമാകുന്ന സമയത്ത് വീണ്ടും വരികയോ അതോ കൂടുതൽ മോശമാകുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാം നന്നായി പോവുകയായിരുന്നുവെങ്കിലും അത് ട്രിഗർ ചെയ്യപ്പെടുന്നു. അതിനാൽ ആദ്യം ഞാൻ ട്രിഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ആന്തരിക ട്രിഗറാണ്. അതിൽ ഹോർമോണൽ ഡിസ്റ്റർബൻസുകൾ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഹോർമോണൽ ഡിസ്റ്റർബൻസുകളിൽ നിങ്ങൾ പ്യൂബർട്ടിയിലേക്ക് കടക്കുമ്പോൾ, അർത്ഥം 10, 11, 12 വയസ്സുള്ളപ്പോൾ ഹോർമോണുകൾ മാറുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീകൾക്ക് ഹോർമോണുകൾ മാറുന്നു, പ്രസവത്തിന് ശേഷം ഹോർമോണുകൾ മാറുന്നു, മീനോപോസ് സമയത്തും ഹോർമോണുകൾ മാറുന്നു. പുരുഷന്മാരിലും ഞാൻ പറയുമ്പോൾ ഹോർമോണുകളുടെ നില മാറിക്കൊണ്ടിരിക്കും. അതിനാൽ രോഗി പുരുഷനോ സ്ത്രീയോ ആണോ എന്നത് സംബന്ധമില്ല. ശരീരത്തിൽ ചെറിയ ഹോർമോണൽ ഡിസ്റ്റർബൻസുകൾ വന്നാൽ പോലും നിങ്ങളുടെ സോറിയാസിസ് ഉണരാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഹോർമോണൽ ഡിസ്റ്റർബൻസുകൾ ബാലൻസ് ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ സോറിയാസിസിന്റെ ട്രിഗർ നിയന്ത്രണത്തിൽ തുടരും. രണ്ടാമതായി, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, സ്ട്രിപ്പ് ത്രോട്ട് ആയാലോ, കാലാവസ്ഥ മാറുമ്പോൾ ജ്വരം വന്നാലോ, ടൈഫോയിഡ്, ഡെങ്കി അല്ലെങ്കിൽ മലേറിയ വന്നാലോ, അത്തരം ഏതെങ്കിലും ഇൻഫെക്ഷനുകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ UP വന്നാലോ, ശരീരത്തിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ പോലും നിങ്ങളുടെ സോറിയാസിസ് കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതിന് ട്രിഗർ ആകാം. അത് വീണ്ടും തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ കൂടെ ഉള്ള രോഗികൾ, അല്ലെങ്കിൽ അധികഭാരം ഉള്ളവർ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ. കാരണം ഇവരിൽ ഇൻഫ്ലാമേറ്ററി പ്രശ്നങ്ങൾ കൂടെ നടക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങൾ കൂടുമ്പോൾ, രോഗങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ സോറിയാസിസ് ട്രിഗർ ചെയ്യപ്പെടാം, വീണ്ടും വരാം, അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂടാം. അതിനാൽ അത്തരത്തിൽ ഡയബറ്റീസ്, ഫാറ്റി ലിവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒബേസിറ്റിയെ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തതായി ഞാൻ ഇന്റർണൽ ട്രിഗറുകൾ കുറിച്ച് പറയുമ്പോൾ, ചില അസുഖങ്ങൾ ഉണ്ട്, അവ തമ്മിൽ ഒത്തുചേരുന്നു. ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ, തൈറോയിഡ് പോലുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അബിഡിയിറിറ്റബിൾ ബൗവൽ ഡിസീസ് എന്നിവയും ശരീരത്തിൽ ഉണ്ടെങ്കിൽ, അത്തരം രോഗങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ സോറിയാസിസ് പതിയെ സുഖപ്പെടുകയോ അതോ അത് ട്രിഗർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വീണ്ടും വരികയോ ചെയ്യാം. ഇവയാണ് ചില ആന്തരിക ഘടകങ്ങൾ. ഇവയെ നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കണം. ഇവയെ മിതമായ രീതിയിൽ നിയന്ത്രിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവ പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാൻ, കൂടാതിരിക്കാൻ, നിങ്ങളുടെ സോറിയാസിസ് ട്രിഗർ ആകാതിരിക്കാൻ. ഇപ്പോൾ ഞാൻ പരിസ്ഥിതി ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും അത്യന്തം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോൾ, അതായത് അതിയായി തണുപ്പ് ആയാലും അതിയായി ചൂട് ആയാലും അല്ലെങ്കിൽ അതിയായി മഴയായാലും, എപ്പോഴെങ്കിലും കാലാവസ്ഥ മാറുമ്പോൾ, നിങ്ങളുടെ ചർമ്മം ഉണക്കമാകുമ്പോൾ, ചുറ്റുപാടിലെ വായു മാറുമ്പോഴും നിങ്ങളുടെ സോറിയാസിന്റെ പാച്ചുകൾ ട്രിഗർ ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവ കൂടുതൽ കുരുക്കലുണ്ടാക്കാം, അല്ലെങ്കിൽ അവയിൽ അണുബാധയോ ചുവപ്പോ ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ മുൻകരുതലുകൾ എടുക്കണം, ചികിത്സ പിന്തുടരണം, കൂടാതെ ക്ഷമയോടെ ഇരിക്കണം. ഭയപ്പെടേണ്ടതില്ല, കാരണം കാലാവസ്ഥ സ്ഥിരതയിലാകുമ്പോൾ രോഗവും ക്രമീകരിക്കപ്പെടും. അടുത്തത് ഞാൻ പരിസ്ഥിതി ഘടകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ വായുവിലും കാലാവസ്ഥയിലും പലവിധ മലിനീകരണങ്ങൾ ഉണ്ട്. അവ സോറിയാസിസിനെ ഉണർത്താനും ചൊറിയലുണ്ടാക്കാനും പാച്ചുകൾ വീണ്ടും വരുത്താനും കാരണമാകാം. അതിനാൽ നിങ്ങൾ എത്രത്തോളം ശരീരം മൂടിവയ്ക്കും, ചർമ്മം ഉണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുമോ, അത്രത്തോളം ആ മലിനീകരണങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. അടുത്തത് പരിസ്ഥിതി ഘടകങ്ങളിൽ ചിലത് വളരെ അപൂർവമാണ്. വളരെ അപൂർവമായ രോഗികളിൽ മാത്രമേ കാണാറുള്ളൂ. അത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന പരിക്കാണ്. അതിനെ നാം കോബ്ന ഫീനോമിനം എന്നും വിളിക്കുന്നു. ഇപ്പോൾ ഈ ഫീനോമിനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും പരിക്ക് സംഭവിച്ചാൽ, മുറിവ്, പൊട്ടൽ അല്ലെങ്കിൽ ചെറിയ ഒരു ചുരണ്ടലെങ്കിലും വന്നാൽ ആ സ്ഥലത്ത് സോറിയാസിസിന്റെ പാച്ചുകൾ ഉണരാൻ തുടങ്ങും. ഇത് വളരെ കുറച്ച് രോഗികളിൽ മാത്രമേ കാണാറുള്ളൂ എങ്കിലും ഇതിന്റെ കാരണത്താൽ പുതിയ പാച്ചുകൾ അല്ലെങ്കിൽ സോറിയാസിസ് ഉണരാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മുടെ പരിസ്ഥിതി ഘടകങ്ങളിൽ പ്രധാനമായത് സ്മോക്കിംഗും മദ്യപാനവുമാണ്. നിങ്ങൾക്ക് സുഖം വന്നാൽ നിങ്ങൾ അശ്രദ്ധയാകുന്നു, പിന്നെ വീണ്ടും സ്മോക്കിംഗും മദ്യപാനവും ആരംഭിക്കുന്നു. ഡയറ്റ് നിയന്ത്രണം വിട്ടുപോകുന്നു. നിങ്ങൾ എന്തും ഡയറി ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നു, നോൺ വെജ് കഴിക്കുന്നു, പുറത്തുനിന്നുള്ളതും കഴിക്കുന്നു. കാരണം രോഗം പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ഇനി ഞാൻ എന്തും ചെയ്യാമെന്ന് കരുതുന്നു. പക്ഷേ ഇത് തെറ്റായ ധാരണയാണ്. കാരണം ഒരു സാധാരണ വ്യക്തി എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും ഞാൻ എൻ്റെ റൂട്ടീനും ഡയറ്റും പാലിക്കാൻ കഴിയുമ്പോൾ ഭാവിയിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ഇതിനകം സോറിയാസിസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു ഓട്ടോ ഇമ്യൂൺ രോഗത്തിന്റെ രോഗിയായിരുന്നുവല്ലോ. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ, ഈ കാര്യങ്ങളിൽ നിന്ന് ദൂരെയിരുന്നാൽ സോറിയാസിസ് വീണ്ടും ഉണരാൻ സാധ്യതയില്ല. അടുത്ത ട്രിഗർ എന്താണെന്നാൽ, ചില മരുന്നുകൾ, ഉദാഹരണത്തിന് ബീറ്റ ബ്ലോക്കറുകൾ, ലിഥിയം ആന്റിമലേറിയൽ ഡ്രഗുകൾ അല്ലെങ്കിൽ വളരെ ശക്തമായ ആന്റിബയോട്ടിക്കുകൾ എന്നിവ ഉപയോഗിച്ചാൽ. അതിനാൽ നിങ്ങളുടെ സോറിയാസിസ് വീണ്ടും ഉണരാം, വീണ്ടും വരാം, പാച്ചുകൾ വീണ്ടും കാണാൻ തുടങ്ങും. അവസാനമായി, ഇതും ഒരു കാരണമാകാം, നിങ്ങൾ വളരെ അധികം സമ്മർദ്ദം എടുക്കുന്നുവെങ്കിൽ. എന്തിന്റെ സമ്മർദ്ദം? രോഗം സുഖമായാൽ വീണ്ടും രോഗം വരില്ലേ എന്ന ഭയം നിങ്ങളെ പിടികൂടും. വീണ്ടും ഈ രോഗം വരാതിരിക്കണം എന്ന ആശങ്ക. എവിടെയോ നിങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിന്ന് ഈ രോഗം പൂർണ്ണമായും പോകുന്നില്ല.
അത് എങ്ങനെ പ്രകടമാകുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് ഒരുപാടുണ്ടായി, അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചു, രോഗം വീണ്ടും കാണപ്പെട്ടു എന്നിങ്ങനെ. എന്നാൽ ഒരിക്കൽ രോഗം സുഖമായാൽ അതിനെക്കുറിച്ച് അത്രയും സമ്മർദ്ദം എടുക്കേണ്ടതില്ല. സാധാരണ മുൻകരുതലുകൾ പാലിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, രോഗത്തെക്കുറിച്ച് അത്രയും ചിന്തിക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് ഭയപ്പെട്ട് മനസ്സിൽ ആ ഭയം നിറച്ച് ഇരിക്കേണ്ടതില്ല. ഈ രോഗം വീണ്ടും വരുമോ എന്ന ആശങ്കയിൽ. അത് വന്നാൽ അപ്പോൾ നോക്കാം, കാരണം നമുക്ക് മുന്നോട്ട് എന്ത് സംഭവിക്കും എന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ സമയം നല്ലതാണെങ്കിൽ അതിനെ ആസ്വദിക്കണം. രോഗത്തിന്റെ സമ്മർദ്ദം എടുക്കേണ്ടതില്ല. സ്വയം ശരീരപരമായി സജീവമായി ഇരിക്കുക, ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ശ്രദ്ധ തിരിക്കുക. അതിനാൽ അത്യധികം സമ്മർദ്ദ ഹോർമോണുകൾ പുറത്തുവരാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സൊറൈസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ചില ട്രിഗറുകൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്നും, കൂടാതെ ഈ ട്രിഗറുകൾ നിങ്ങൾക്ക് മാത്രമല്ല, അവയെ തിരിച്ചറിയുന്നു. ഡോക്ടർമാരായ ഞങ്ങൾക്കും ഇവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, പിന്നെ ഞങ്ങൾക്കും വീണ്ടും രോഗികളുമായി നേരിടേണ്ടി വരുന്നു. അതിനാൽ ഞങ്ങൾക്കും കാര്യങ്ങൾ വളരെ കഠിനമാണ്. പക്ഷേ നിങ്ങൾ സഹകരിക്കുകയും നല്ല മുൻകരുതലുകൾ എടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സൊറൈസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്റെ ടീമുമായി ബന്ധപ്പെടൂ. ഞങ്ങളെ കാണാൻ വരികയും നിങ്ങളുടെ സൊറൈസിസിനെ അവസാനിപ്പിക്കുകയും ചെയ്യൂ. നന്ദി.